സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ യൂണിറ്റ് 4-ൽ രണ്ടാമത്തെ ചാപ്റ്റർ ഗർ പേട് ഔർ താരേക്ക് യാദ് ലോകകഥയുടെ പാർട്ട് 2 പരിചയപ്പെടാം. പേജ് നമ്പർ 63 ഫസ്റ്റ് പാരഗ്രാഫിൽ വേ ഉൻകി ദേഖ്ഭാൽ കർണേ ലഗേ അതായിരുന്നു പാർട്ട് 1-ൽ അവസാനിപ്പിച്ചത്. നെക്സ്റ്റ് ഭാഗം കുച്ച് സാൽ ബീത്തെ ഔർ ബच्चे बड़े होते हुए गए लेकिन वे अपने माता पिता और देश को नहीं भूल पाए. उन्हें आंगन में खड़े सनोवर के पेड़ के भी याद आती थी जिस पर हर सुबह 2 पक्षी बैठकर गाते थे और रात में उनकी शाखाओं के बीच से एक चमकीला तारा दिखाई देता था. कुछ साल बीते അവരെ ഇപ്പോൾ സംരക്ഷിക്കുന്ന ആൾക്കാരുടെ പടോസി ആൾക്കാരാണ് നോക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞു. കൊച്ചു സാൽ എന്ന് പറഞ്ഞാൽ വർഷം കഴിഞ്ഞു. ബच्चे बड़े होते गए അങ്ങനെ കുട്ടികൾ വലുതായി. ലേക്കിൻ വേ അപ്പനെ മാതാപിതാ എന്നാൽ അവർ തൻ്റെ അച്ഛനമ്മമാരെയും ദേശ് കോ തൻ്റെ രാജ്യത്തെയും നഹീം ഭൂൽപായെ അവർ മറന്നിട്ടില്ല. ഉനേം അവർക്ക് ആങ്കൺമേം കടേ സനോവർ അവരെ വീട്ടുമുറ്റത്തുള്ള സനോവർ എന്ന് പറഞ്ഞാൽ പൈൻമരം, അവിടെ തന്നെ ചിത്രം കാണുന്നതാണ്. കെ പേടിക്ക് ബി യാദ് ആത്തീത്തി അതായിരുന്നു ഒന്നാമത്തെ ഓർമ്മ. ജിസ് പർ ഹർ സുബഹ് 2 പക്ഷി ബൈഠ്കർ ഗാത്തെ തെ और रात में उसकी शाखाओं के बीच से एक चमकीला तारा दिखाई देता था. നമ്മൾ ഹെഡിങ് വായിച്ച് തന്നെ ഒന്നാമത് ഗർ അതുപോലെ പേട് താര എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പേട് വന്നു. അപ്പോൾ പേട് സനോവർക്ക പേടാണ്. ആ പേടായിരുന്നു ഒരു വൃക്ഷമായിരുന്നു അവരുടെ വീട് കണ്ടുപിടിക്കാനുള്ള ഒരു തെളിവ്. ജിസ്പർ ഹർ സുബഹ് ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഹർ സുബഹ് എന്ന് പറഞ്ഞാൽ ഓരോ രാവിലെയും ഓരോ ദിവസവും മോർണിംഗ് രാവിലെ 2 പക്ഷി ബൈഠ്ക 2 പക്ഷികൾ ഇരുന്നു കൊണ്ട് ഗാത്തേത്തെ പാടാറുണ്ടായിരുന്നു. ഒരാത്തുമേം രാത്രിയായാൽ ഉസ്കി ശാഖാവും കെ ബീച്ച് സെ എന്ന് പറഞ്ഞാൽ ആ മരക്കൊമ്പിനിടയിലൂടെ ഏക് ചമക്കീല താര ദിഖായ് ദേത്താ ഹെ ഒരു നല്ല തിളങ്ങുന്ന നക്ഷത്രം ആകാശത്തിലേക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതായിരുന്നു താരേക്ക് യാദ്. ആ 3 വാക്കുകളുടെ നമ്മൾ ആദ്യ ഹെഡിങ് വായിച്ചത്. ഇവിടെ സാൽ എന്ന് പറഞ്ഞാൽ വർഷം, അതുപോലെ തന്നെ ബോൽന മറക്കുക, സനോവർ പൈൻമരം, സുബഹ് മോർണിംഗ്, ഇത്രയും വാക്കുകൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ് ഏക് ദിൻ ഖബർ ആയി കി അബ് ഫിൻലാൻഡ് മേം ശാന്തി ഹെ और घरों से बिछुड़े लोग लौट सकते हैं. भाई बहन को लगा कि उन्हें भी घर लौटना चाहिए. उन्होंने अपने देखभाल करने वाले अभिभावकों से इसकी അനുമതി മാങ്ങി. ഏക് ദിൻ അങ്ങനെ ഒരു ദിവസം ഖബറായി ഒരു ന്യൂസ് വാർത്ത വന്നു. അപ്പോൾ ഫിൻലാൻഡുമേ ശാന്തി ഹെ ഇപ്പം ഫിൻലാൻഡ് ആ രാജ്യം ശാന്തമായിരിക്കുകയാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു എന്നിട്ടും വീണ്ടും എല്ലാം ചുറ്റുപാടും ഒക്കെ ശാന്തമായി എന്നർത്ഥം. ഗരോം സേ ബിച്ചുടെ ലോക് അത് കാരണം വീട്ടിൽ നിന്നും വേർപിരിഞ്ഞു പോയ ആൾക്കാരൊക്കെ അവിടെ ലൗട്ട് സക്തേ മടങ്ങി വന്നിട്ടുണ്ടെന്ന് കേട്ടു. ബായ് ബഹൻ കൊലക ആ സമയത്ത് സഹോദരനും സഹോദരിക്കും തോന്നി ഉനേം ബി ഗർ ലൗട്ട്ന ചാഹിയെ അവർക്കും വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി. ഉനോനെ അപ്പനെ ദേഖ്ഭാൽ കർണേവാലെ അവർ രണ്ടുപേരും അവരെ സംരക്ഷിക്കുന്ന അഭിഭാവകോം സേ ഇസ്കി അനുമതി മാങ്ങി. അഭിഭാവക് എന്ന് പറഞ്ഞാൽ ഗാർഡിയൻ അല്ലേ, രക്ഷകൻ. അവരെ സംരക്ഷിച്ച ആൾക്കാരോട് എന്ത് ചെയ്തു? ഇസ്കി അനുമതി മാങ്ങി, അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള അനുവാദം ആവശ്യപ്പെട്ടു, ചോദിച്ചു. അഭിഭാവകോനെ ഹസ്തേ ഹുയെ കഹ പതാ ഹെ തുമാരാ ദേശ് യഹാം സേ കിത്തനി ദൂർ ഹെ കൈസെ പഹൂഞ്ചോगे. बच्चों ने जवाब दिया हम किसी तरह पहुंच जाएंगे भले ही इसमें बहुत दिन लग जाए. ഇപ്പോൾ രണ്ടുപേരും അനുമതി ചോദിച്ചപ്പോൾ എന്താണോ അഭിഭാവകൻ പറഞ്ഞത്? ഹസ്തേ ഹുയെ കഹ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. തുമാരാ ദേശ് യഹാം സേ കിത്തനി ദൂർ ഹെ നിങ്ങളുടെ രാജ്യം ഇവിടുന്ന് എത്ര ദൂരെയുണ്ടെന്നോ നിങ്ങൾക്കറിയുമോ? കൈസെ പഹൂഞ്ചോगे നിങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുക? ബച്ചോനെ ജവാബ് ദിയ അപ്പോൾ കുട്ടികൾ എന്താണ് ആൻസർ കൊടുത്തത്? ജവാബ് ഹം കിസീ തര പഹൂഞ്ചായെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം.
ഭലേ ഹി ഇസ്മേ ബഹുത്ത് ദിൻ ലഗ് ജായേ. എത്ര ദിവസമായാലും എത്ര സമയമായാലും നമ്മൾ പോകുമെന്ന് തന്നെ കുട്ടികൾ തീരുമാനിച്ചു. अभिभावकों ने कहा यहाँ तुम्हारे पास घर कपड़े भोजन और दोस्त सब कुछ है. तुम्हारे देश में अभी बहुत गरीबी और अभाव है. वहाँ तुम्हें भूखा रहना पड़ेगा और खुरदरे बिस्तर पर सोना पड़ेगा. फिर पता नहीं तुम्हारा घर बचा भी है या नहीं और तुम्हारे माता पिता जीवित भी है या नहीं. അപ്പോഴെന്താണ് കുട്ടികളോട് സംരക്ഷകർ പറഞ്ഞത്? യഹാം തുമാരെ പാസ്, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഗർ വീടുണ്ട്, വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ദോസ്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ. സബ് കുച്ച് ഹേ, എല്ലാമുണ്ട്. തുമാരെ ദേശ് മേം അഭി ബഹുത്ത് ഗരീബി और അഭാവ് ഹേ, ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് വളരെയധികം ദാരിദ്ര്യവും ഇല്ലായ്മയുമാണ്. വാം തുമേ ഭൂക്ക രഹിന പടേക, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരും. ഭൂക്ക രഹിന പടേക. ഓർ കുർദരെ ബിസ്തർ പർ സോന പടേക. കുർദരെ എന്ന് പറഞ്ഞാൽ പരുവരുത്ത, അതായത് പരുവരുത്ത കിടക്കയിൽ കിടക്കേണ്ടി വരും. അതുമാത്രമല്ല പദാനഹി, എന്താണ് അറിയില്ല. തുമാര ഗർ ബജാബി ഹേ യാ നഹി, നിങ്ങളുടെ വീടവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. തുമാരെ മാതാപിതാ ജീവിത ബി ഹേ, നിങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ ജീവിച്ചിരിപ്പുണ്ടോ യാ നഹി, ഇല്ലയോ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊക്കെ ഇവർ സംരക്ഷകർ കുട്ടികളോട് പറയുകയാണ്. പ്രധാനപ്പെട്ട അർത്ഥം കപ്പട ഡ്രസ്സ്, ഭോജൻ ഭക്ഷണം, ദോസ്ത് സുഹൃത്ത്, അതുപോലെ ഗരീബി പാവപ്പെട്ട, അഭാവ് ഇല്ലായ്മ, ഭൂഖാരിഖന എന്ന് പറഞ്ഞാൽ വിശന്നിട്ട് വിശക്കുക അല്ലെങ്കിൽ പട്ടിണി കിടക്കുക, കുർദരെ പരുവരുത്ത. नेक्स्ट भागम बच्चों ने कहा फिर भी हम घर जाना चाहते हैं. हमें माता पिता की बहुत याद आती है और घर के आंगन में खड़े सनोवर के पेड़ की भी. അപ്പോൾ കുട്ടികൾ എന്ത് പറഞ്ഞു? ഫിർ ബി ഹം ഘർ ജാന ചാത്തെ, എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോവാൻ ആഗ്രഹിക്കുന്നു. ഹമേ മാതാപിതാക്കി ബഹുത്ത് യാദ് ആത്തി ഹേ, ഞങ്ങൾക്ക് നമ്മുടെ അച്ഛനമ്മമാരെ വളരെയധികം ഓർമ്മ വരുന്നു. और घर के आंगन में खड़े सनोवर के पेड़ की भी, വീട്ടുമുറ്റത്തുള്ള ആ സനോവർ യാ പൈൻ മരത്തിൻ്റെ ഓർമ്മ വരുന്നു. अभिभावकों ने कहा लेकिन तुम कई साल से अपने घर से दूर हो. जब तुम यहाँ आए थे तो सिर्फ 8 और 6 साल के थे. तुम जिस सड़क से आए थे उसे भूल गए होंगे. तुम्हें ये भी याद नहीं होगा कि तुम्हारे माता पिता कैसे दिखते हैं और फिर तुम्हें रास्ता कौन बताएगा. അപ്പോൾ സംരക്ഷകൻ എന്താണ് പറഞ്ഞത്? ലേക്കിൻ തും കൈ സാൽസെ, നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ, അപ്പനെ ഗർസെ ദൂർ ഹോ, തൻ്റെ വീട്ടിൽ നിന്നും അകലെ വന്നതല്ലേ, കുറേ വർഷമായില്ലേ. ജബ് തും യഹാമായത്തെ തോ, നിങ്ങൾ എപ്പോഴാണോ ഇവിടെ വന്നിരുന്നത്, സിർഫ് കേവലം 8 और 6, കേവലം 8 വയസ്സ് അതുപോലെ തന്നെ 6 വയസ്സും പ്രായമുള്ളപ്പോഴാണ് നിങ്ങളിവിടെ എത്തിയിരുന്നത്. തും ജിസ് സടക്ക് സെ ആയത്തെ, നിങ്ങൾ ഏത് റോഡിലേക്ക് കൂടി ആയിരുന്നോ വന്നത്, ഉസേ ഭൂൽ ഗേ ഹോഗേ, അതൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാകും. തുമേ വോ യേ ബി യാദ് നഹി ഹോഗ, നിങ്ങൾക്ക് ഇതും ഓർമ്മയുണ്ടാവില്ല. കി, അതായത് തുമാരെ മാതാപിതാ കൈസേ ദിഖ്തേ ഹേ, നിങ്ങളുടെ അച്ഛനമ്മമാർ എങ്ങനെയായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഓർ ഫിർ, പിന്നെ തുമേ രാസ്ത കോൻ ബതായേക, നിങ്ങൾക്ക് അവിടെ പോകാനുള്ള വഴി ആരാണ് പറഞ്ഞു തരിക. ഇതൊക്കെ സംരക്ഷകൻ പറഞ്ഞു. लड़के ने जवाब दिया मुझे याद है कि मेरे पिता के घर के सामने एक बड़ा सा सनोवर का पेड़ है. हर सुबह 2 प्यारे पक्षी वहाँ गाते हैं. मुझे ये भी याद है कि रात को पेड़ की शाखाओं के बीच से एक चमकीला तारा दिखाई देता है. അപ്പോൾ ആൺകുട്ടി എന്താണ് മറുപടി കൊടുത്തത്? മുജെ യാദ് ഹേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മേരെ പിതാക്കെ ഗർക്കെ സാമനെ, എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ, കെ സാമനെ മുന്നിൽ, ഏക് ബഡാസ സനോവർ കാ പേട് ഹേ, ഒരു വലിയൊരു പൈൻ മരം ഉണ്ട്. ഹർ സുബഹ്, ഓരോ ദിവസവും രാവിലെ 2 പ്യാരെ പക്ഷി വഹാ ഗാത്തെ ഹേ,
രണ്ട് പക്ഷികൾ മനോഹരമായി പാടാറുണ്ടായിരുന്നു. മുझे ये भी याद है, എനിക്കിതും ഓർമ്മ വരുന്നു. കി രാത് കോ പേട് കി ശാഖാओं के बीच से, രാത്രി സമയത്ത് വൃക്ഷത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ ഏക് ചമക്കീല താര, നല്ല തിളങ്ങുന്ന നക്ഷത്രം ആകാശത്തിൽ ദിഖായ് ദേത്താ ഹെ, കാണാറുണ്ട്. अभिभावकों ने कहा घर लौटते हुए तुम मुसीबत में ही पड़ोगे. इसके बावजूद बच्चों ने घर लौटने की जिद नहीं छोड़ी. अपने देश और माता पिता को बोलना उनके लिए असंभव हो गया. उनकी रातों की नींद उड़ गई. അപ്പോൾ സംരക്ഷകൻ എന്താണ് പറഞ്ഞത്? ഗർ ലൗട്ടേ ഹുയേ, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുസീബത്ത് മേം ഹി പടോഗി, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പറഞ്ഞു. ഇസ്കെ ബാവജൂദ് ബച്ചോംനെ ഗർ ലൗട്ട്നെ കി ജിദ് നഹി ചോടി, അങ്ങനെ ആയിട്ട് കൂടിയും കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങുവാനുള്ള വാശി അവർ ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ വാശി പിടിച്ചു. ജിദ് വാശി. അപ്പനെ ദേശ് ഔർ മാതാ പിതാ കോ ബോൽന ഉസ്കെ ലിയെ അസംഭവ് ഹോ ഗയ. ഉൻകി രാത്തോം കി നീന്ത് ഉഡ് ഗയി. അങ്ങനെ തൻ്റെ രാജ്യവും അതുപോലെ അച്ഛനമ്മമാരെയും മറക്കുവാൻ അവർക്ക് സാധ്യമായില്ല. അസംഭവ് ഹോ ഗയ. ഉൻകി രാത്തോം കി നീന്ത് ഉഡ് ഗയി, അങ്ങനെ രാത്രി അവർക്ക് ഉറക്കം വന്നില്ല. അതായത് രാത്തോം കി നീന്ത് ഉഡ്ന, ഒരു വൺ വേർഡ് ചോദിക്കാം, ശാന്തി നഷ്ട ഹോന, അങ്ങനെ പറയാം. രാത്തോം കി നീന്ത് ഉഡ്ന ശാന്തി നഷ്ട ഹോന, മനസമാധാനം ഇല്ലാതാവുക, ഉറക്കം വരാതിരിക്കുക എന്നൊക്കെ അവിടെ മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഹം കിസി തരഹ പഹുഞ്ച് ജായേഗി, ഈ കഥൻ സെ ബച്ചോं का कौन सा മനോഭാവ് പ്രകട ഹോത്താ ഹെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരാം. ഈ വാക്കുകൊണ്ട് കുട്ടികളുടെ എങ്ങനെയുള്ള മനോഭാവമാണ് പ്രകടമാവുന്നത്? അതായത് ബച്ചോं का ഹിമ്മത്ത് और ആത്മവിശ്വാസ് പ്രകട ഹോത്താ ഹെ, കുട്ടികളുടെ ധൈര്യവും സ്വന്തം വിശ്വാസവുമാണ് ഇതിൻ്റെ അകത്ത് പ്രകടമാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ബച്ചെ ക്യോം പരേശാൻ ഹെ, എന്തുകൊണ്ടാണ് കുട്ടികൾ ബുദ്ധിമുട്ടിയത്? बच्चों को अपना देश और माता पिता को बोलना असंभव है, इसलिए उनकी रातों की नींद उड़ गई. അർത്ഥാത് മൻ കി ശാന്തി നഷ്ട ഹുയി, കുട്ടികൾക്ക് അവരുടെ രാജ്യവും അതുപോലെ തന്നെ അച്ഛനമ്മമാരും മറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ശാന്തിയും അതുപോലെ തന്നെ സമാധാനവും ഇല്ല, അല്ലെങ്കിൽ ഉറക്കം വന്നില്ല എന്നൊക്കെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ബായ് ഔർ ബഹൻ കോ ഗർ ലൗട്ട്നെ കി ക്യോം ലഗാ, എന്തിനായിരുന്നു സഹോദരനും സഹോദരിക്കും വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള ചിന്ത വന്നത്? അതായത് ഏക് ദിൻ ഖബർ ആയി കി അബ് ഫിൻലാൻഡ് മേ ശാന്തി ഹെ, ഒരു ദിവസം ന്യൂസ് വാർത്ത വന്നു ഫിൻലാൻഡൊക്കെ ശാന്തമായി, യുദ്ധമൊക്കെ തീർന്നു എന്ന്. ഓർ ഗരോം സെ ബിച്ചുടെ ലോക് ലൗട്ട് സക്തെ ഹെ, വീട്ടിൽ നിന്നും വേർപിരിഞ്ഞു പോയ ആൾക്കാരൊക്കെ മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് വീണ്ടും അവരുടെ നാട്ടിലേക്ക് പോവാൻ ആഗ്രഹമുണ്ടായത്.